ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ഏറ്റവും കൂടുതലുണ്ടായത് പീഡനമായിരുന്നു, ഓപ്പോസിഷനായിരുന്നു, പെർസിക്യൂഷൻസ് ആയിരുന്നു. അപ്പോൾ സൈറ്റനിക് സ്ട്രാറ്റജി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞതിന് കാരണം ഈ പീഡനമഴിച്ചു വിട്ട് സഭയെ തകർക്കാമെന്ന് പിശാചിൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. അവിടെയാണ് ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എത്ര ഓപ്പോസിഷൻ വന്നാലും, എത്ര പെർസിക്യൂഷൻസ് വന്നാലും സഭയെ തകർക്കാൻ, സഭയുടെ ആത്മിക മേഖലകളെ തകർക്കാൻ കഴിയാത്ത നിലയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടനകളുണ്ടെങ്കിലും സഭ പണിയുന്നത് ക്രിസ്തുവാണ്. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയത്തില്ല. എത്ര ഓപ്പോസിഷൻസ് വന്നു, ഭരണചക്രങ്ങൾ മാറി മാറി വന്നു, സഭയെ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി, പക്ഷേ അതൊന്നും വിലപ്പോയില്ല. അവരെല്ലാം പരാജയപ്പെട്ടു, സഭ നിലനിന്നു. ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന, ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സുവിശേഷത്തിൻ്റെ ടേണിംഗ് പോയിൻ്റെന്ന് അവകാശപ്പെടുന്ന ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യത്തെ ആസ്പദമാക്കി സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഫിലിപ്പിൻ്റെ കൈസരിയിലെത്തുന്ന സമയത്ത് യേശു അവരോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. ഒന്ന്, ജനങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ മറുപടി അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും പറയുന്നു, ചിലർ യിരെമ്യാ പ്രവാചകൻ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള മറുപടികളൊക്കെ കേട്ട് കഴിയുമ്പോൾ യേശുക്രിസ്തു ചോദിക്കുന്ന മറ്റൊരു പ്രസക്തമായ ചോദ്യം, നിങ്ങളോ എന്നെ ആരെന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ്റെ മറുപടിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശു നിങ്ങൾക്ക് ആരാണ്? യേശു നമ്മൾക്ക് ആരാണ്? മറ്റുള്ളവർക്ക് ഒരു പക്ഷേ യേശു ഒരു മധ്യസ്ഥനാകാം, ഒരു പ്രവാചകനാകാം, യേശു കേവലം ഒരു തത്വജ്ഞാനി എന്നുള്ള നിലയിൽ അവർ വീക്ഷിച്ചിട്ടുണ്ടാകാം. കമ്മ്യൂണിസ്റ്റുകാർക്ക് അദ്ദേഹം ഒരു വിപ്ലവകാരിയായിട്ട് തോന്നുമായിരിക്കാം. മറ്റുള്ളവർക്ക് ഒരു ധാർമ്മിക ഉപദേഷ്ടാവ് എന്ന നിലയിൽ അവർ വിവക്ഷിച്ചിട്ടുണ്ടാകാം. വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷേ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ആ ചോദ്യത്തിലെ പശ്ചാത്തലം വളരെ ഗഹനവും അതോടൊപ്പം തന്നെ സുവിശേഷത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ സുവിശേഷങ്ങളിലെ വഴിത്തിരിവ് എന്നാണ് ഈ വേദഭാഗത്തെ നമ്മൾ കാണേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സുവിശേഷത്തെ, അല്ലെങ്കിൽ ഈ വാക്യത്തെ സുവിശേഷത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു തൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിപ്രഭാവം അതെന്താണ് എന്നാണ് യേശു ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസിനോട് പറയുന്ന ആ വാക്യം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ യേശുവിൻ്റെ ഒരു വിശുദ്ധമായ പ്രഖ്യാപനം ഇവിടെ നടത്തുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രസൻസാണ്, ഒരു അപ്രതീക്ഷിതമായ
ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമായി വേണം നമ്മളിതിനെ കാണാൻ. എന്തുകൊണ്ടാണ് ഒരു അപ്രതീക്ഷിതമായ സാന്നിധ്യം എന്നതുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ 18:17 നമുക്ക് ഈ വാക്യം സഭയുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ. അപ്പോൾ ഇവിടെ മത്തായി വിശദീകരിക്കുന്ന ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ അവിടെ സഭ എന്ന് പറയുന്ന ആശയം വളരെ മനോഹരമായ നിലയിലാണ് യേശു പത്രോസിനോട് പറയുന്ന മറുപടിയിൽ വിവരിക്കുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ സഭ എന്ന ആശയം എവിടെ നിന്നാണ് സത്യത്തിൽ വരുന്നത്? അപ്പോൾ ഇവിടെ യേശു പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ സഭ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് ഇത് ഉരുവാകുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ലോകവീക്ഷണത്തിൽ യേശുവാണ് സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ലോകവീക്ഷണത്തിൽ സഭ എന്താണ് എന്നാണ് യേശുക്രിസ്തു ഇവിടെ വിവക്ഷിക്കുന്നത്. ആ വിവക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യമാണ് സത്യത്തിൽ പൗലോസ് അവിടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉപമയിലും ഈ ഭാഷയെ നമുക്ക് സാധൂകരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ യേശു പറയുന്ന ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ധാർമ്മികതയെക്കുറിച്ച്, നമ്മുടെ ശൂന്യതയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, സ്വർഗീയമായി പുനരാവിഷ്കരിക്കപ്പെടുന്ന ഇടം എന്നുള്ള നിലയിലാണ് യേശു ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ധാർമ്മികത, നമ്മുടെ ശൂന്യത, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബം സംബന്ധിച്ച്, അപ്പോൾ ഈ വിവരങ്ങളെ സംബന്ധിച്ചൊരു പുനരാവിഷ്കാരമാണ് കർത്താവ് നടത്തുന്നത്. എന്താണ് ആ പുനരാവിഷ്കാരം എന്ന് ചോദിച്ചാൽ അത് അല്പം കൂടെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് പിറകിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 46 മുതലുള്ള വാക്യം. യേശു 12-ാമത്തെ വയസ്സിൽ സിനഗോഗിൽ ചെല്ലുകയാണ്. ആ സിനഗോഗിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രിമാരുമായി യേശുക്രിസ്തു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ അന്വേഷിച്ച് സിനഗോഗിലെത്തുന്നു. അന്വേഷിക്കുന്ന വിവരം സംവദിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തു കേൾക്കുകയും അവിടെ വെച്ച് യേശു പറയുന്ന ഒരു മറുപടിയുമുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും ആര് എന്ന് പറയുന്നൊരു ചോദ്യമാണ്. അവിടെ യേശുക്രിസ്തു ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ മാതൃത്വത്തെ തള്ളിപ്പറയുകയല്ല. അത് ഒരു തെറ്റായ വീക്ഷണമാണ്. ഒരിക്കലും ഒരു മാതൃത്വത്തെയോ സാഹോദര്യത്തെയോ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമല്ല. പ്രത്യുത യേശു പറഞ്ഞ ആശയം, ഞാനൊരു പുതിയ സംസ്കാരം സൃഷ്ടിക്കുന്നു, ഞാനൊരു പുതിയ സാഹോദര്യ ബന്ധം സൃഷ്ടിക്കുന്നു, ഞാൻ പുതിയ മാതൃബന്ധങ്ങളെ സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുനരാവിഷ്കാരം നടത്തുകയാണ്. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന, യേശുവിനെ അറിഞ്ഞതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ധാർമ്മികതയല്ല യേശുവിനെ അറിഞ്ഞതിന് ശേഷം സഭയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്നത്. യേശുവിനെ അറിയാതിരുന്ന കാലഘട്ടത്തിലെ ശൂന്യതയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സഭയിലേക്ക് വന്നപ്പോൾ ആ ശൂന്യത പരിഹരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കുടുംബം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യാദികളെ സംബന്ധിച്ച് യേശു ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ള ആശയം അവതരിപ്പിക്കുകയാണ് 12-ാം അധ്യായത്തിൽ. അതുകൊണ്ടാണ് എൻ്റെ സഹോദരന്മാരും എൻ്റെ അമ്മയും ആര് എന്ന് ചോദിച്ചത്. യേശുക്രിസ്തു 12-ാം അധ്യായത്തിൽ വിവരിച്ചു പറയുന്ന
എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണ് എന്ന് പറഞ്ഞാൽ അവർ യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് സഭയുടെ ഭാഗമായി മാറുന്നവരുടെ വളർച്ചയെ സംബന്ധിച്ചുള്ള കാര്യം. അതിന് ആ 12ാമത്തെ വയസ്സ് മുതൽ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ സഭയെന്ന് പറയുന്ന ആശയത്തെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു അവിടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ യേശു സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ സമൂഹം മറ്റേതൊരു പ്രഖ്യാപനത്തെക്കാളും വലിയ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സുവിശേഷത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞതിന് കാരണം അതാണ്. ആ സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആ മൂർത്തമായ സമയത്താണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ധാർമ്മികത തുളുമ്പുന്ന, ശൂന്യതകൾ പണിയപ്പെടുന്ന, കുടുംബത്തെ സംബന്ധിച്ചുള്ള, സാഹോദര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പുത്തൻ ആശയം അവിടെ ക്രിസ്തു അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഈ പത്രോസിൻ്റെ പ്രസംഗത്തിൽ ഒരു വലിയ സമൂഹം 3000-ലധികം പേര് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി മാറുന്നുണ്ട്. അപ്പോൾ യേശു അർത്ഥമാക്കിയ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന ആശയം ഒരു ന്യൂ കമ്മ്യൂണിറ്റിയെ, ഒരു പുതിയ ധാർമ്മികതയെ, പുതിയ സംസ്കാരത്തെ, പുതിയ സാഹോദര്യത്തെ, പുതിയ മാതൃത്വത്തെ സൃഷ്ടിക്കുന്ന ഇടമായി സഭ മാറുന്നു. അവിടെയാണ് ക്രിസ്തു പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന ആശയം അവിടെ ക്രിസ്തു പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ രണ്ടാമത് യേശു പറയുന്ന ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറയുന്ന ആ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ചിന്ത നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഇവിടെ കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണിത്. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇവിടെ പത്രോസിനോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ യേശു പറഞ്ഞ വാക്യത്തെ ഒരു കോൺട്രവേഴ്ഷ്യൽ വേർഡ്സ് ആയിട്ട് കത്തോലിക്ക സഭ മാറ്റിയിട്ടുണ്ട്. പത്രോസിൻ്റെ ഒരു ചോയ്സ് മാത്രം എന്ന് വേണം നമ്മൾ പത്രോസിനെ നമ്മൾ കാണാനായിട്ട്. ചോയ്സ് എന്നതിനപ്പുറത്ത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലല്ല സത്യത്തിൽ പത്രോസിനോട് കർത്താവ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ ഒരു ചോയ്സാണ്. ഞാനും നിങ്ങളും സഭയിൽ കടന്നു വരുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ഒരു ചോയ്സ് മാത്രമാണ്. അതിലപ്പുറത്തേക്ക് വി ആർ നോട്ട് സ്പെഷ്യലി ഗിഫ്റ്റഡ് പീപ്പിൾ. നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റഡ് പീപ്പിൾ ആയതുകൊണ്ടല്ലല്ലോ യേശു നമ്മളെ സഭയുടെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ സഭയുടെ ഭാഗമായി മാറുന്ന നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തു സഭ പണിയുന്നു എന്നുള്ളതാണ് ക്രിസ്തു അവിടെ പറയാനായി ശ്രമിക്കുന്ന ആശയം. അപ്പോൾ ഇവിടെ യേശു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പരാജയപ്പെട്ടവരുണ്ടെന്നുള്ള ബോധ്യം ക്രിസ്തുവിനുണ്ട്. അപ്പോൾ അവിടെ നമുക്കറിയാം യൂദാസ് ഇസ്കറിയോത്ത് ആ സമയത്ത് അവിടെ ഉണ്ട്. ഇവരോട് ഈ വാക്ക് പറയുന്ന സമയത്ത് യൂദാസും അവിടെ ഉണ്ട്. പക്ഷേ അവരൊക്കെ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ പത്രോസിനൊരു പ്രത്യേകമായ വിശുദ്ധി ഉള്ളത് കൊണ്ടൊന്നുമല്ല. പത്രോസ് നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അവിടെ ഈ പത്രോസിനോട് ആ കാര്യം പറയാനൊരു കാരണം എന്നാന്ന് ചോദിച്ചാൽ ജൂഷ് ജെൻറ്റൈൽ ബാരിയറിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പത്രോസിനോട് ആ ഭാഷ പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ യു വിൽ ബിൽഡ് ദ വേൾഡ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ യു വിൽ ബിൽഡ് ദ വേൾഡ് വിത്ത് ചർച്ച് എന്നുള്ള ആശയത്തിലാണ് ക്രിസ്തു ആ പ്രയോഗം നടത്തുന്നത്. അപ്പോൾ ഞാനെൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞത് നമ്മളെ ഓരോരുത്തരും ഈ സഭയുടെ വളർച്ചയുടെ ഭാഗമായി മാറ്റാൻ കർത്താവിന് കഴിയും എന്ന അർത്ഥത്തിൽ സഭയെക്കുറിച്ച് പറയുന്ന ഒരാശയം എന്ന നിലയിലാണ് ക്രിസ്തു അവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് യേശുവാണ് സഭ പണിയുന്നത്. പത്രോസിന് വീക്ക്നെസ് ഉണ്ട്. വി ഓൾസോ ഹാവ് സം വീക്ക്നെസ്സസ്.
നമുക്കും ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ പോരായ്മകളുള്ള സമൂഹത്തിൽ, കുറവുകളുള്ള സമൂഹത്തിൽ സഭ പണിയുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല. അതിലപ്പുറത്ത് ഹി ഹാസ് ചോസൺ അസ്. യേശുവിൻ്റെ ചോയ്സാണ് ഞാനും നിങ്ങളും എല്ലാവരും. അപ്പോൾ നാം യോഗ്യരായത് യേശുവിൻ്റെ ചോയ്സ് നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെല്ലാം പരാജയപ്പെട്ടവരാണ്, നമുക്ക് വീക്ക്നെസ് ഉണ്ട്. പക്ഷേ ആ വീക്ക്നെസ്സുള്ള നമ്മളിലൂടെ, ആ പോരായ്മകളിലുള്ള നമ്മളിലൂടെയാണ് ക്രിസ്തു സഭ പണിയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ആ മഹത്വം വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്, സഭ പണിയുന്നതുമായി ബന്ധപ്പെട്ട്, ആ ജനത്തിൻ്റെ ഫൂളിഷ്നെസ് വെച്ച് തന്നെയാണ് ദൈവസഭ പണിയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ആ യേശു പറയുന്നതിൻ്റെ ആശയം രണ്ടാമത്തെ തലത്തിലേക്ക് മാറുമ്പോൾ പത്രോസിനോട് പറയുന്നത്, അല്ലാതെ പത്രോസ് കത്തോലിക്ക സഭ പറയുന്നത് പോലെ പീറ്റർ വാസ് എ ഗിഫ്റ്റഡ് പേഴ്സൺ എന്നുള്ള അർത്ഥത്തിലല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഹീസ് ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് യു ആൻഡ് മീ. നമ്മളെപ്പോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് പത്രോസ്. അതിനപ്പുറത്തേക്കൊരർത്ഥം ആ വാക്യത്തിന് നൽകേണ്ടതില്ല. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറയുന്ന സ്ഥലം, അതിൻ്റെ ജിയോഗ്രഫിക്കൽ സെറ്റിംഗ് അല്ലെങ്കിൽ സർപ്രൈസിങ് ലൊക്കേഷനാണ്. ഒരു അതിശയിപ്പിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താണ് ഈ അതിശയിപ്പിക്കുന്ന സ്ഥലം? ഈ നമ്മുടെ സഭയുടെ ഭൂമിശാസ്ത്രപരമായ ഘടനയ്ക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് കർത്താവ് അവിടെ ചോദിക്കുന്നതിന് കാരണം. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പഴയ നിയമ ബൈബിളിൽ നമുക്ക് അതിൻ്റെ ഒരു ആശയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ നിയമ ബൈബിളിൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഒക്കെ ഉള്ള വിശദീകരണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ബാൽ ഹെർമോൻ എന്ന് പറയുന്ന ഒരു പദമാണ് പഴയ നിയമത്തിൽ ഈ സ്ഥലത്തിന് നൽകുന്നത്, ബാൽ ഹെർമോൻ. അപ്പോൾ ബൈബിൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് പോകുന്ന സ്ഥലം അത് അവിടെയാണ്. രണ്ടാമത് വരുന്ന ചരിത്രം പാൻ ഗ്രോട്ടോ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്. അതായത് അന്നത്തെ ഗ്രീക്ക് സംസ്കാരത്തിൽ, റോമാ സംസ്കാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പാൻ ഗോഡ്, അതായത് മനുഷ്യൻ്റെ പകുതി രൂപവും ആടിൻ്റെ പകുതി രൂപവും വരുന്ന ദൈവങ്ങൾക്ക് യാഗമർപ്പിക്കുന്ന പാൻ ഗ്രോട്ടോ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ഇത്. പിന്നീട് ഹെരോദാവിൻ്റെ കാലഘട്ടത്തിൽ ഈ സ്ഥലം അഗസ്റ്റസ് സീസർ പിന്നീട് ഈ നഗരം പുനരാവിഷ്കരിച്ച് നിർമ്മിക്കുകയും മഹാനായ ഹെരോദാവിന് നൽകുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ചരിത്രപരമായ വസ്തുതയുണ്ട്. അവിടെ വച്ചാണ് ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയുന്നവർ ഒരുമിച്ച് കൂടുന്ന സഭയുടെ ഭൂമിശാസ്ത്രപരമായ ഘടന യേശു പറയുകയാണ്. ഞാൻ എവിടെയാണ് സഭ പണിയുന്നത് എന്നാണ് യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സഭ പണിയപ്പെടുന്നത് പാതാള ഗോപുരങ്ങൾക്ക് എതിരായിട്ടാണ് എന്നാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് യേശു കർത്താവ് വിവക്ഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് പാതാള ഗോപുരങ്ങൾക്കെതിരാണ് സഭ എന്ന ആശയം അവിടെ പറയുവാൻ വേണ്ടിയാണ്. അതെന്താണ് അങ്ങനെ പറയാൻ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാൻ ഗ്രോട്ടോ എന്ന് പറയുന്ന പാൻ ദൈവത്തിന് അവർ യാഗമർപ്പിക്കുകയും അവിടെ ഒരു ഗുഹയുടെ അടിയിൽ നിന്ന് വെള്ളമൊഴുകുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പാൻ ഗ്രോട്ടോ. അത് റോമാ കാലഘട്ടത്തിലെ ഒരു നിർമ്മിതിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ അതിനുശേഷം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഗസ്റ്റസ് സീസർ പിന്നീട് അത് പുതുക്കി പണിത് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. പക്ഷേ അവിടെ പാതാള ഗോപുരം എന്നുള്ള ആശയം നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, സദൃശവാക്യം 31, 22, 23 വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ സ്ത്രീകളോട് പറയുന്നൊരു വാക്യമാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ പ്രസിദ്ധനാകുന്നത് പട്ടണവാതിൽക്കലാണ് എന്ന് പറയുന്ന ഒരു ഭാഷാപ്രയോഗം പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഷാപ്രയോഗത്തെ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലം
അത് പട്ടണവാതിൽക്കലാണ് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇവിടെ യേശു അതിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് അവിടെ ഒരു ഭാഷാപ്രയോഗം നടത്തുന്നത്. പാതാള ഗോപുരങ്ങൾ എന്ന് പറയുന്ന ആ പദങ്ങളെ യേശു കർത്താവ് അർത്ഥമാക്കുന്നത്. ആ പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് അവിടെ എന്താണ്, പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്ന ഇടം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യപ്പെടുന്ന ഇടം, അധികാരമുള്ള ഇടം. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ് എന്ന് അതിൻ്റെ അർത്ഥം പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇരുണ്ട സാമ്രാജ്യത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഇടമാണ് പാതാളഗോപുരം. അപ്പോൾ ആ പദ്ധതികൾക്ക് മുകളിലാണ് ക്രിസ്തു സഭ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പിശാച് ഓർഗനൈസ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് മുകളിലാണ് സഭ പണിയപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു, എന്തുകൊണ്ടാണ് ഈ ഓർഗനൈസിങ് സ്ട്രാറ്റജി പിശാചിനുണ്ട് എന്ന് പറയുന്നത്? പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് യേശു പറഞ്ഞതിന് കാരണം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതി തകർക്കാൻ മുൻകാലഘട്ടങ്ങളിലും 1-ാം നൂറ്റാണ്ടിലും പിശാച് ഈ സ്ട്രാറ്റജി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണ് പുതിയ നിയമ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിലെ സഭയോടുള്ള ബന്ധത്തിലെ ആ സ്ട്രാറ്റജി എന്തായിരുന്നു? ആ സ്ട്രാറ്റജി ഇന്നും ആവിഷ്കരിക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. എന്താണ് ആ സ്ട്രാറ്റജി? നിങ്ങളത് ശ്രദ്ധിച്ചു. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് പീഡനമായിരുന്നു, ഓപ്പോസിഷനായിരുന്നു, പെർസിക്യൂഷൻസ് ആയിരുന്നു. അപ്പോൾ സൈറ്റനിക് സ്ട്രാറ്റജി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞതിന് കാരണം ഈ പീഡനമഴിച്ചു വിട്ട് സഭയെ തകർക്കാമെന്ന് പിശാചിൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. അവിടെയാണ് ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എത്ര ഓപ്പോസിഷൻ വന്നാലും, എത്ര പെർസിക്യൂഷൻസ് വന്നാലും സഭയെ തകർക്കാൻ, സഭയുടെ ആത്മിക മേഖലകളെ തകർക്കാൻ കഴിയാത്ത നിലയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടനകളുണ്ടെങ്കിലും സഭ പണിയുന്നത് ക്രിസ്തുവാണ്. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയത്തില്ല. എത്ര ഓപ്പോസിഷൻസ് വന്നു, ഭരണചക്രങ്ങൾ മാറി മാറി വന്നു, സഭയെ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി, പക്ഷേ അതൊന്നും വിലപ്പോയില്ല. അവരെല്ലാം പരാജയപ്പെട്ടു, സഭ നിലനിന്നു. രണ്ടാമത് പിശാചിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? പിശാചിൻ്റെ സ്ട്രാറ്റജി പൊസിഷനായിരുന്നു, പദവികളായിരുന്നു. അനന്യാസും സബീറയുടെയും ഉദാഹരണം തന്നെ നമുക്ക് എടുത്ത് പരിശോധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, പൊസിഷൻ സഭയ്ക്കകത്ത് വലിയ പ്രശ്നമായി മാറി. അപ്പോൾ സൈറ്റാനിക് സ്ട്രാറ്റജി പല സന്ദർഭങ്ങളിലും ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായിരുന്നു, ഞങ്ങളിൽ ആരാണ് വലിയവൻ. അപ്പോൾ ഈ സൈറ്റാനിക് സ്ട്രാറ്റജി, ആരാണ് വലിയവൻ, അവിടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. അപ്പോൾ യേശു പറയുന്നതിൻ്റെ ആശയം, യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം, സൈറ്റാനിക് സ്ട്രാറ്റജിക്ക് പൊസിഷൻ കൊണ്ട് സഭയെ തകർക്കാൻ പിശാചിന് കഴിയില്ല എന്നുള്ള വസ്തുതാപരമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് 6-ാം അധ്യായത്തിലെ പ്രശ്നം? അവിടെ ഡിവിഷനാണ്. സഭയ്ക്കകത്ത് ഡിവിഷൻ ഉണ്ടാകുക, സഭയ്ക്കകത്ത് ചേരിതിരിവുണ്ടാകുക. കൊരിന്ത്യ സഭയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അത് സൈറ്റാനിക് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഒന്ന്, ഓപ്പോസിഷനുണ്ട്, പെർസിക്യൂഷൻസ് ഉണ്ട്. 2, പൊസിഷനാണ്, പദവി സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. അപ്പോൾ പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ പദവിയും പെർസിക്യൂഷനും ഒക്കെ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ സഭയെ ഇല്ലാതാക്കാം എന്ന് പിശാചിൻ്റെ സ്ട്രാറ്റജിയുണ്ട്. മൂന്നാമത്തെ കാര്യം ഡിവിഷൻസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൊരിന്ത്യ സഭയിലെ പ്രശ്നം എടുത്ത് പരിശോധിച്ച് നോക്കും. അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, സ്കേവയുടെ പക്ഷക്കാർ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ, പൗലോസിൻ്റെ പക്ഷക്കാർ. അപ്പോൾ ഇവിടെ ആ സഭയിൽ ഉണ്ടാകുന്ന ആ ചേരിതിരിവുകൾ, അത് ആ സ്ട്രാറ്റജി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇത് സഭയുടെ രഹസ്യം എന്ന് പറയുന്നത് എനിക്കെന്ത് വേണമെന്നുള്ളതല്ല, ഈ സഭയിൽ നിന്ന് ക്രിസ്തുവിന് കൊടുക്കാൻ എന്താണ് നമ്മുടെ പക്കലുള്ളത് എന്നാണ്. അപ്പോൾ യേശു ചോദിക്കുന്നതിൻ്റെ അർത്ഥം, യേശു പറഞ്ഞതിൻ്റെ ആഴം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ്. അപ്പോൾ സഭ ക്രിസ്തു സ്ഥാപിക്കുന്നത്, ക്രിസ്തു സഭ പണിയുന്നത് എന്നെയും നിങ്ങളെയും കൊണ്ടാണ്. ഒരു പുതിയ സംസ്കാരത്തെ, പുതിയ സമൂഹത്തെ, പുതിയ ധാർമ്മികത കൊണ്ട്, പുതിയ സംസ്കാരം കൊണ്ട് പണിയുന്ന ഇടമാണ്. പുതിയ മാതൃത്വം പണിയുന്ന, പുതിയ സാഹോദര്യ ബന്ധങ്ങൾ പണിയുന്ന ഒരിടമായി സഭ മാറുകയാണ്. പക്ഷേ നമ്മുടെ സഭകളിൽ ആ മാതൃത്വമുണ്ടോ, ആ സാഹോദര്യമുണ്ടോ? അതാണ് യേശു ചോദിക്കുന്നത്.
12-ാമത്തെ വയസ്സ് മുതൽ ക്രിസ്തു ചോദിച്ച ചോദ്യം അതാണ്, എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ആ പുതിയ സംസ്കാരത്താൽ പണിയപ്പെടുന്ന സഭയുടെ ഭാഗമാകാൻ ക്രിസ്തു മുഖാന്തരം നമുക്ക് കഴിഞ്ഞത് ചെറിയ കാര്യമല്ല. ആ സഭ പണിയപ്പെടേണ്ടത് പത്രോസിനെ തിരഞ്ഞെടുത്തതുപോലെ എന്നെയും നിങ്ങളെയും ക്രിസ്തു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത ആ സഭയുടെ ഒരു സർപ്രൈസിങ് ലൊക്കേഷനുണ്ട്. അത് പാതാള ഗോപുരങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലുള്ള സ്ഥലത്താണ് ക്രിസ്തു സഭ പണിയുന്നത്. ആ സഭയെ തകർക്കാൻ സൈറ്റനിക് സ്ട്രാറ്റജികളുണ്ട്, പൈശാചികമായ സ്ട്രാറ്റജികളുണ്ട്. ആ പൈശാചികമായ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 1 പെർസിക്യൂഷനാണ്, 2 പൊസിഷനാണ്, 3 ഡിവിഷനാണ്. ഈ സ്ട്രാറ്റജിയെ അതിജീവിക്കാൻ ക്രിസ്തുവിന് മാത്രമേ പറ്റൂ. ആ ക്രിസ്തുവാണ് പ്രഖ്യാപിച്ചത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അതുകൊണ്ടാണ് യേശു അടുത്ത വാക്യഘടനയിൽ പറയുന്നത്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, ഇറ്റ് ഈസ് എ റെവലേഷൻ. അതൊരു മർമ്മമാണ്, അതൊരു വെളിപ്പാടാണ്. എന്താണ് ആ വെളിപ്പാട് എന്ന് പത്രോസിനോട് പറഞ്ഞ് ആ ഭാഗം അവിടെ ക്രിസ്തു അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന, എന്നെ ഈ ദൃശ്യമാധ്യമത്തിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു പുതിയ സമൂഹത്തിൻ്റെ, പുതിയ സംസ്കാരത്തിൻ്റെ, പുതിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അതിൻ്റെ വളർച്ച എന്നിലൂടെ, നിങ്ങളിലൂടെ എന്നാണ് ക്രിസ്തു പറഞ്ഞത്. മാത്രമല്ല, ഈ പാതാള ഗോപുരങ്ങൾക്ക് മുകളിലാണ് നമ്മുടെ ആലയങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞത് ജൂസ് ജെൻറ്റൈൽസിൻ്റെ ബാരിയറെ തകർക്കുന്നതായിരുന്നു. അവിടെ യഹൂദനല്ല, യവനല്ല, കറുത്തവനല്ല, വെളുത്തവനല്ല, എല്ലാവർക്കും ആ സഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ ശ്രേഷ്ഠതയാണ് പത്രോസിനോട് ക്രിസ്തു പറയുന്നത്. അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മളെ വേർതിരിക്കുന്നത് പെർസിക്യൂഷൻ ആകരുത്, നമ്മളെ സഭയിൽ നിന്ന് പിണക്കുന്നത് പൊസിഷൻ ആകരുത്, നമ്മളെ സഭയിൽ നിന്ന് മാറ്റുന്നത് ഡിവിഷൻസ് ആകരുത്. അതിലപ്പുറത്ത് ക്രിസ്തുവിൻ്റെ ഏക ശരീരമാകുന്ന ആ സഭയുടെ ഭാഗമാകാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ചെയ്തതുകൊണ്ട് ആ സഭയെ പണിയുന്ന നാഥനെ ഓർത്ത് ആ നാഥനോട് ചേർന്ന് നിന്ന് നമുക്കും അതിൻ്റെ പങ്കാളികളാകാൻ സർവശക്തനായ, സർവശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി നമുക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.